ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ വാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 162 എപ്പിസോഡ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ. നമ്മൾ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ എന്നാണ് മരിയ സ്തുതിയിൽ ചൊല്ലുന്നത്. എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയമേ എന്ന് വിളിക്കുന്നത്? എന്താണ് പരിശുദ്ധ, എന്താണ് വിശുദ്ധ, എന്താണ് വിശുദ്ധി? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. തമ്പുരാൻ്റെ അമ്മ എന്ന് പറയുന്നതിൻ്റെ ദ്രാവിഡ ഭാഷയുടെ ഉത്ഭവം, തമ്പുരാൻ, എമ്പുരാൻ, ഈ വാക്കുകളുടെ അർത്ഥമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നമുക്കതിൻ്റെ കുറച്ചുകൂടി ആഴത്തിലേക്ക് കിടക്കാം. ഈ തമ്പുരാൻ്റെ അമ്മ എന്നുള്ളത് ബൈബിളിൽ കിടക്കുന്നത്, നമ്മൾ തർജ്ജമ ചെയ്തിരിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നാണ്. ലൂക്കാസിന് സുവിശേഷം 1-ാമത്തെ അധ്യായം 43-ാം വാക്യമാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നു, ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഈ എലിസബത്ത് പറയാണ്. ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. ലൂക്കാസിന് സുവിശേഷം 1:43 കിടക്കുന്ന വചനമാണിത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് തിരുവചനമാണ് പറയണേ. അല്ലാണ്ട് കത്തോലിക്ക സഭ ഉണ്ടാക്കിയതല്ല, തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തിയതാണ്. നമ്മുടെ ബൈബിൾ ദൈവം വെളിപ്പെടുത്തിയ വെളിപാടെന്ന് വിശ്വസിക്കുന്ന ബൈബിളിലുള്ളതാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ. അത് കത്തോലിക്കരുടെ കണ്ടുപിടുത്തമല്ല. യഹോവ സാക്ഷികളും പിന്നെ പെന്തക്കോസ്തകാരും ദൈവസഭക്കാരും അങ്ങനെയുള്ളവരൊക്കെ ആരോപിക്കുന്ന പോലെ നമ്മൾ ഉണ്ടാക്കിയതല്ല. അവരുപയോഗിക്കുന്ന സത്യവേദ പുസ്തകത്തിലും കാണും എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന്. അപ്പം അവർ പറഞ്ഞ വ്യാഖ്യാനം എന്താണ്? കർത്താവ് എന്ന് പറഞ്ഞ ക്യൂരിയോസ് എന്ന വാക്കാണ്, അതിന് നാഥൻ എന്നാണ് അർത്ഥം എന്നാണ് അവർ പറയുന്നത്. ഈ ഇരട്ടത്താപ്പ് എന്ന് പറയില്ലേ, അവർക്ക് ഇഷ്ടമില്ലാത്ത വചനങ്ങൾ വരുമ്പോൾ അവർ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കും. അപ്പോൾ ശരിക്കുള്ള അർത്ഥങ്ങൾ വിട്ടുകളയും. ശരിക്കുള്ള അർത്ഥം വിട്ടുകളയും. അതായത് കത്തോലിക്ക സഭ പറയുന്നതിനൊക്കെ എതിർക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട തന്നെ. വാസ്തവത്തിൽ നമ്മൾ 1-ാമത്തെ അധ്യായം, ഈ ലൂക്കാസിനെ സൂചിച്ചാണ് 1-ാമത്തെ അധ്യായം 43-ാം വാക്യം എന്ന് പറഞ്ഞല്ലോ. 1-ാമത്തെ അധ്യായത്തിൽ കർത്താവ് എന്ന് കാണുന്ന കുറേ വചനങ്ങളുണ്ട്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുക. 1:28 ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ അടുക്കൽ അകത്ത് ചെന്ന് അവളോട് പറഞ്ഞു, മറിയത്തോട് പറഞ്ഞു, കൃപാപൂർണതയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ലൂക്കാസ് 1-ാമത്തെ അധ്യായത്തിലെ കാര്യം പറഞ്ഞേ. 1:43 എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് കിടക്കണേ. അതിന് മുമ്പും പിമ്പുമുള്ള വചനങ്ങൾ നമ്മൾ പരിശോധിക്കുന്നത്. കർത്താവ് എന്ന് വരുന്ന വചനങ്ങൾ 1:28 ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ അടുക്കൽ അകത്ത് ചെന്ന് അവളോട് പറഞ്ഞു, കൃപാപൂർണതയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ കെഹരിത്തോബനെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. കർത്താവ് നിന്നോട് കൂടെ, വെറും നാഥൻ നിന്നോട് കൂടെ എന്നാണ് അർത്ഥം ഉദ്ദേശിക്കുന്നത്. മാസ്റ്റർ എന്ന അർത്ഥമാണ്. നാഥൻ, മാസ്റ്റർ, ആശാൻ, നിന്നോട് കൂടെ എന്ന അർത്ഥമാണ് അവിടെയുള്ളത്. ദൈവമായ കർത്താവ് എന്നല്ലേ. 32-ാം വാക്യം, അവൻ മറിയത്തോട് പറയുകയാണ് ഗബ്രിയേൽ മാലാഖ, മറിയത്തിന്റെ മകൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതൻ എന്ന് പറയുന്നത് ദൈവത്തിലുള്ള മറ്റൊരു പര്യായ പദമാണ്. ദൈവപിതാവിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ദൈവമായ കർത്താവ്, കർത്താവ് എന്ന വാക്കിന് ദൈവമായ കർത്താവ് എന്നല്ലേ അർത്ഥം? നാഥൻ എന്നാണ് അർത്ഥം, മാസ്റ്റർ എന്നാണ് അർത്ഥം. അതല്ല ലോർഡ് എന്നാണ്. 38-ാം വാക്യം 1:38 ലൂക്കാസ് 1:38 മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, ദൈവമായ കർത്താവിന്റെ ദാസി എന്നല്ലേ അർത്ഥം? അല്ലാതെ വെറും നാഥന്റെയോ ആശാന്റെയോ ദാസി എന്നാണോ? ഇനി 46-ാം വാക്യത്തിൽ മറിയത്തിന്റെ മഗ്നിഫിക്കാത്ത് എന്ന് പറയുന്ന സ്തോത്രഗീതം എന്ന് പറയുന്ന ആ കീർത്തനത്തില് അപ്പോൾ മറിയം പറഞ്ഞു, എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവമായ കർത്താവിനല്ലേ കർത്താവിനോട് അവിടെ അർത്ഥം? നാഥൻ എന്ന് മാത്രമാണ്? അല്ല. ഇനി 57-ാം വാക്യം 1:57 എലിസബത്തിന് പ്രസവിക്കാനുള്ള കാലം തികഞ്ഞപ്പോൾ അവളൊരു മകനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് അയൽക്കാരും ബന്ധുക്കളും കേട്ട് അവളോട് കൂടെ സന്തോഷിച്ചു. 58-ാം വാക്യമാണിത്. 1:58 കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ടിട്ട് ദൈവമായ കർത്താവ് എന്നർത്ഥം. നാഥൻ എന്നോ ആശാൻ എന്നോ മാസ്റ്റർ എന്നോ അവിടെ അർത്ഥം അല്ല, ദൈവമായ കർത്താവ് എന്ന് തന്നെയാണ്. ഇനി 1:67 ലൂക്കാസ് 1:67 അവൻ അപ്പനായ സക്കറിയാസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി പ്രവചിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി 68-ാം വാക്യം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് വീണ്ടെടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. 1:67-68 അപ്പൊ ഈ 1-ാമത്തെ അധ്യായത്തില് 28, 32, 38, 46, 57, 58, 67, 68 ഇവിടെയെല്ലാം കർത്താവ് എന്ന വാക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവമായ കർത്താവിനെയാണ്. അപ്പൊ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നുള്ളത് എൻ്റെ നാഥന്റെ അമ്മ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്ന് എങ്ങനെയാണ് ഈ പെന്തക്കോസ്തകാർക്കും യഹോവ സാക്ഷികൾക്കും കത്തോലിക്ക സഭയെ എതിർക്കുന്നവർക്കും പറയാൻ കഴിയണേ?
എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നാൽ തിരുവചനമല്ലേ? തിരുവചനമാണ്. തിരുവചനത്തെ എങ്ങനെയാണ് ഇവർക്ക് വ്യഭിചരിക്കാൻ കഴിയുന്നത്? അത് മറിയത്തെക്കുറിച്ച് ആകുമ്പോഴും കത്തോലിക്ക സഭ അത് ഏറ്റുപറയുമ്പോഴും ചെയ്യുമ്പോൾ ഇവരെന്തിനാണ് ഇങ്ങനെ കലി തുള്ളുന്നത്? എന്തിനാണ് തിരുവചനത്തെ അവർ വ്യഭിചരിക്കുന്നത്? ഏത് പിശാചാണ് അവരിങ്ങനെ പ്രേരിപ്പിക്കുന്നത് തിരുവചനത്തെ വ്യഭിചരിക്കാൻ? ഞാൻ ആവർത്തിക്കുക, ഈ 43-ാം വാക്യത്തിൽ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് തിരുവചനത്തിൽ കിടക്കുന്നു. അതിന് മുമ്പും പുറകിലുമുള്ള ആ അധ്യായത്തിൽ മുമ്പും പുറകിലുമുള്ള വചനങ്ങളിലെല്ലാം കർത്താവ് എന്ന് വരുന്നതെല്ലാം ദൈവമായ കർത്താവിന് ഉദ്ദേശിക്കുന്നത്. എന്ന് വിചാരിച്ച കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ തൃത്വത്തെ പ്രസവിച്ചവൾ എന്നല്ല അർത്ഥം. മറിയം ഗർഭം ധരിച്ചത് ദൈവം തന്നെയായ പുത്രനാണ് എന്നാണ് അർത്ഥം. ഓരോ വാക്കിനും ഒരർത്ഥമുണ്ട്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ദൈവമായ കർത്താവിനെ പ്രസവിച്ചവൾ എന്നല്ല അർത്ഥം. അതായത് ദൈവത്തിന് മുമ്പ് മറിയം ഉണ്ട് എന്നല്ല അർത്ഥം. മറിച്ച് മറിയത്തിൽ മനുഷ്യനായി പിറന്നവൻ ദൈവം തന്നെയായ പുത്രനാണ്. യോഹന്നാൻ 1:18 ദൈവം തന്നെയായ പുത്രൻ. മോണോഗനസ് തയോസ്, ഏറ്റവും പൗരാണിക കയ്യെഴുത്ത് പ്രതിയിൽ കിടക്കുന്നത് മോണോഗനസ് തയോസ് എന്നാണ്. ചില കയ്യെഴുത്ത് പ്രതികളിൽ മോണോഗനസ് ഹുയോസ് എന്നുണ്ട്. ഹുയോസ് എന്ന് പറഞ്ഞാൽ മകൻ, ഏകജാതൻ. മോണോഗോനസ് തയോസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയായ ഏകജാതൻ. അപ്പം മറിയത്തിന്റെ ഗർഭത്തിൽ മനുഷ്യനായി പിറന്നത് ദൈവം തന്നെയായ ഏകജാതനാണ്, ദൈവം തന്നെയായവൻ. യഹോവ സാക്ഷികൾ പറയുന്നത് ഈശോ മിശിഹ ദൈവപുത്രനാണ്, ദൈവം തന്നെയായ പുത്രനല്ല. ഈ തിരുവചനത്തെയാണ് അവർ ഖണ്ഡിക്കുന്നത്. യോഹന്നാൻ 1:18 മോണോഗോനസ് തയോസ് എന്നാണ് അവിടെ കിടക്കുന്നത്. ദൈവം തന്നെയായ ഏകജാതൻ. മോണോഗോനസ് എന്ന് പറഞ്ഞാൽ ഏകജാതൻ, തയോസ് എന്ന് പറഞ്ഞാൽ ദൈവം. ദൈവം തന്നെയായ ഏകജാതൻ എന്നാണ് യോഹന്നാൻ 1:18. ആ തിരുവചനത്തെയാണ് യഹോവ സാക്ഷികൾ ഖണ്ഡിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യഹോവ സാക്ഷികൾ നരകത്തിൽ പോകാൻ സാധ്യതയുള്ളവരാണ് ഞാൻ പറയുന്നതിന് കാരണം അവർ പരിശുദ്ധാത്മാവിനെതിരെ തെറ്റ് ചെയ്യുന്നു. ഈശോ മിശിഹായുടെ ദൈവത്തെ അവർ നിഷേധിക്കുന്നു. അങ്ങനെ നിഷേധിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെതിരെ പാപങ്ങളിൽ ഒന്ന്. ഇല്ലേ? യേശുവിന്റെ ശക്തി പിശാചിലേക്ക് ആരോപിക്കുന്നതാണ് മർക്കോസ് സുവിശേഷത്തിലെ പരിശുദ്ധാത്മാവിനെതിരായ പാപം. യേശു ദൈവമല്ല എന്ന് പറയുന്നതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം. ഇഹലോകത്തും പരലോകത്തും ക്ഷമിക്കപ്പെടാൻ ബുദ്ധിമുട്ടാണെന്ന് കർത്താവ് പറഞ്ഞ പാപം. അതുകൊണ്ട് അവര് പറയുന്നത് വെളിപാട് പുസ്തകത്തിൽ കാണുന്ന 1,44,000 പേര് യഹോവ സാക്ഷികളാണെന്നാ. അതേ അധ്യായത്തിൽ തന്നെ എണ്ണിത്തിട്ടപ്പെടുത്താൻ അത്ര വലിയ ജനക്കൂട്ടം സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതവർ പറയില്ല. ഈ 1,44,000 പേരാണ് യഹോവ സാക്ഷികൾ ഉള്ളതെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളതാണ് നരകം. അതുകൊണ്ട് തിരുവചനങ്ങളെ വ്യഭിചരിച്ച് കർത്താവിന്റെ സത്യത്തെ നിഷേധിക്കുന്ന യഹോവ സാക്ഷികളിലായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തിരിച്ചു വരിക. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് തിരുവചനം പറയുന്ന ആ വചനത്തെ വ്യഭിചരിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുന്ന പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷി ദൈവസഭക്കാരും ആ തെറ്റ് തിരുത്തി കത്തോലിക്ക സഭയിലേക്ക് വരിക. 2 രഹസ്യങ്ങളാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ എലിസബത്ത് വെളിപ്പെടുത്തുന്നത്. ഒന്ന്, നസ്രത്തിലെ യേശു കർത്താവാണ്, മറിയം കർത്താവിൻ്റെ അമ്മയാണ്. ഈ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നസ്രത്തിൽ യേശു കർത്താവാണ്, ദൈവമായ കർത്താവ്, ഞാനും പിതാവും ഒന്നാണ് എന്ന് പറയുന്ന ആ കർത്താവ്. പിന്നെ മറിയം കർത്താവിൻ്റെ അമ്മയാണ്. കത്തോലിക്ക സഭയുടെ മതബോധം 449 495 നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ക്യൂരിയോസ് എന്ന വാക്കിന് ഗുരു, സാറ്, നാഥൻ എന്നെല്ലാം അർത്ഥമൊക്കെ ഉണ്ട്. പക്ഷെ ലൂക്കാസിനെ സംബന്ധിച്ചിട്ട് 1-ാം അധ്യായത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലത്തെല്ലാം അത് ദൈവമായ കർത്താവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലൂക്കാസ് 1:28, 32, 38, 46, പിന്നെ 57, 58, 67, 68 ആ അധ്യായത്തിലെല്ലാം ഈ അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ അമ്മ എന്നതിന് അല്ലേ, ദൈവം മറിയത്തിന്റെ ഗർഭത്തിൽ ഉരുവായത് ദൈവം തന്നെയായ പുത്രനാണ്, ദൈവമായ കർത്താവ്. ആ കർത്താവ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണ്, ആ പുത്രനാണ് എന്നാണ് എലിസബത്ത് പറഞ്ഞത്. ക്യൂരിയോസ് എന്ന വാക്കിന് അതല്ലേ കർത്താവ് നമ്മൾ തർജ്ജമ ചെയ്യുന്നു. ക്യൂരിയോസ് എന്നാണ് ഗ്രീക്ക്. ഇതിനെ കുറച്ച് മറ്റ് ആഴങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഞാൻ എന്തിനാണ് ഇത്രമാത്രം പറയുന്നത്? കത്തോലിക്കരെ എതിർക്കാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ്ങുമായിട്ടാണ്, പരിശീലനവുമായിട്ടാണ് ഈ യഹോവ സാക്ഷികളും പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരൊക്കെ അവരുടെ പ്രചാരണം അങ്ങനെയാണ്. അത് തടുക്കാൻ അവർ പറയുമ്പോൾ അവർ പറയുന്നത് ശരിയെന്ന് വിചാരിച്ചു പോകും. അതുകൊണ്ടാണ് അവർ പറയുന്ന തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ എതിർപ്പുണ്ടായിട്ടല്ല, പക്ഷെ അവർ മാനസാന്തരപ്പെട്ട് രക്ഷപ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.